morning devotion. I'm forever yours. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിൽ വളരെ പ്രസക്തമായ ഒരു വാക്യമുണ്ട്. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകി തരും. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളോട് കൽപ്പിക്കും. അപ്പൊ അവിടെ എല്ലാം യേശുവിന്റെ നാമം, ആ നാമത്തിന്റെ പ്രസക്തി അവിടെ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശുവിന്റെ നാമം. നമ്മൾ അവിടെ ആ ശരിക്കും ശരിയായ വിധത്തിൽ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. യേശു എന്ന നാമം, ആ രണ്ടക്ഷരം ഉൾപ്പെടുന്ന നാമത്തിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ നാം പൂർണ്ണമായി ആ വാക്യത്തിന്റെ അർത്ഥം വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. എന്നാൽ നാം അറിയേണ്ട ഒരു തിരിച്ചറിവുണ്ട്. യേശു എന്ന നാമം, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ. യേശു ഒരിടത്തും യഹോവ റാഫ എന്ന നാമം ഉപയോഗിച്ചിട്ടില്ല. യേശു ഒരിടത്തും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ നാമമല്ല, എല്ലാവരും യേശു എന്നാണ് വിളിച്ചത്. എല്ലാരും അവനെ യേശു എന്നാണ് വിളിച്ചത്. ആരും യഹോവ എന്ന് പേരിൽ വിളിച്ചില്ല. അപ്പൊ യേശു എന്ന നാമം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തി യേശുവിന്റെ നാമത്തെ പല ആവർത്തി പറയുന്നതല്ല അത്ഭുതങ്ങളുടെ കാരണം. ശബ്ദമുയർത്തി പറയുന്നതല്ല അത്ഭുതങ്ങളുടെ കാരണം. ഒരു വ്യക്തി യേശു നിന്ന അതേ പൊസിഷനിൽ നിൽക്കുന്നതാണ് അത്ഭുതങ്ങളുടെ കാരണം. അതായത് യേശുക്രിസ്തു പിതാവിനോടുള്ള ബന്ധത്തിൽ പിതാവേ, എല്ലായിടത്തും പിതാവേ എന്ന് വിളിക്കുക. അതായത് അവിടെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5:18 വാക്യം പറയുന്നത്, നീ ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞ് അവനോട് സമനാക്കി. ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന ദൈവത്തോട് സമനായിരിക്കെ, 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദൈവത്തോട് സമനായിരിക്കെ, ഫിലിപ്പിയ 2:6. അപ്പോ യേശുക്രിസ്തുവിന് ദൈവത്തോടുണ്ട്, പിതാവിനോടുണ്ടായിരുന്ന ബന്ധം ഒന്നാണെന്നുള്ള ബോധ്യം, അവൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ലെന്നുള്ള ബോധ്യം, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ബോധ്യം, അവൻ എന്റെ പിതാവാണെന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ നിൽക്കുന്നതിനെയാണ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട്, അതെ, പത്രോസിനെ നോക്കിക്കേ, ആദ്യമേ അവൻ ചെയ്ത അത്ഭുതങ്ങളിൽ അവൻ യേശുവിന്റെ നാമം പറഞ്ഞു, ആ മുടന്തനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായി. മരിച്ചുപോയ തവിത പത്രോസിന്റെ ഒറ്റ കൽപ്പനയുടെ മുമ്പിൽ ചാടി എഴുന്നേറ്റു. അവിടെ ഒന്നും യേശു എന്ന നാമത്തിലല്ല അവൻ പറഞ്ഞല്ല, അവൻ യേശുവിന്റെ നാമത്തിൽ നിന്നുകൊണ്ടാണ് അത്ഭുതങ്ങളെ ചെയ്തത്. പ്രിയപ്പെട്ട ഒരു നാമം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നവരായി, ആ പദവിയിൽ നിൽക്കുന്നവരായി തീരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.